ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ലോക ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ക്രിക്കറ്റിൽ സ്പെഷ്യലിസ്റ്റുകളുടെ കാലമാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ സിംബാബ്വെ സീരീസിന് പോയത് നമ്മുടെ ഒരു സെക്കൻഡ് സ്ട്രിങ് ടീമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാം നിര ടീമിനെയാണ് നമ്മൾ സിംബാബ്വെയിലേക്ക് ഈ പരമ്പര കളിക്കാനായിട്ട് അയച്ചത്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ടീമിനെ കൂടെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അയക്കാൻ പറ്റുന്ന അത്രത്തോളം താരങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന കുറേ രാജ്യങ്ങളുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടിലുമൊക്കെ ഇത്രത്തോളം താരങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പല താരങ്ങളും അവസരം കാത്തിരിക്കുകയാണ്. ഒരാൾ മാറാനായിട്ട് കാത്തിരിക്കുകയാണ് മറ്റൊരാൾ ടീമിലേക്ക് എത്താനായിട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സഞ്ജു സാംസന്റെ ഒരു പൊസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ഏകദേശം 6-7 ബാറ്റർമാർ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ ആ പൊസിഷനിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ് ഒരു താരം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഏകദിന ലോകകപ്പ് നടന്ന സമയത്ത് ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പറായിരുന്ന അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിരുന്ന ഇഷാൻ കിഷൻ ഇന്ന് പിക്ചറിൽ പോലുമില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു കാലഘട്ടമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്താണ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലും ഒന്നും ക്രിക്കറ്റ് ഇത്രയും പോപ്പുലർ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ 1979 നടന്ന ലോകകപ്പ്, 83 ഇന്ത്യ ജയിച്ച ലോകകപ്പിലേക്ക് തന്നെ നമുക്ക് വരാം. ആ ലോകകപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ എന്ന് പറഞ്ഞാൽ പലരും ടെസ്റ്റ് കളിച്ച അതേ താരങ്ങൾ തന്നെയാണ് ഈ ഏകദിന മത്സരങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്തിരുന്നതെന്ന് കാണാം. സുനിൽ ഗവാസ്കറും മൊഹീന്ദ്ര അമർനാഥും പോലെയുള്ള താരതമ്യേന സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ താരങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആക്രമിച്ച് കളിക്കാൻ സാധ്യതയില്ലാത്ത താരങ്ങളായിരുന്നു പലരും ഇന്ത്യൻ ടീമിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനം സഞ്ജയ് മഞ്ജരേക്കറുടെ ഒരു കാലഘട്ടം വരെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം ഒരുപാട് ആക്രമിച്ച് കളിക്കാൻ സാധ്യതയില്ലാത്ത പല താരങ്ങളും പിന്നീട് ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഈ ഏകദിന ക്രിക്കറ്റിൽ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങി. നമ്മളൊരു 96 വരികയാണെങ്കിൽ അജയ് ജഡേജയും റോബിൻ സിംഗും ഒക്കെ അതുപോലെയുള്ള താരങ്ങളായിരുന്നു. ഇന്ത്യൻ ടീമിൽ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോയാൽ മൈക്കിൾ ബവൻ വൺ ഡേയിൽ മാത്രം പെർഫോം ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം അവർ യൂസ് ചെയ്തിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ഫിനിഷർ എന്നറിയപ്പെടുന്ന ഒരു താരമായിരുന്നു മൈക്കിൾ ബവൻ. ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും കുറെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ 2020 ഫോർമാറ്റിലേക്ക് കടന്നത്. 2020 ഫോർമാറ്റിലേക്ക് കടന്നപ്പോൾ വൈറ്റ് ബോൾ ക്രിക്കറ്റും റെഡ് ബോൾ ക്രിക്കറ്റും എന്ന് രണ്ടായി തരംതിരിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ മൾട്ടി ഡേ ഫോർമാറ്റുകൾ, ഇപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിലാണെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലാണെങ്കിൽ 3 ഡേ മാച്ചുകളും 4 ഡേ മാച്ചുകളും, അതിനാണ് മൾട്ടി ഡേ മാച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി ഡേ മാച്ചുകൾ കളിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കളിക്കുന്ന, അതായത് 2020 ഏകദിനത്തിലും കളിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഇങ്ങനെ വിഭജിക്കപ്പെടാൻ തുടങ്ങി പ്ലേയേഴ്സിനെ. അപ്പോൾ ഞാൻ വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ റെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് ആണ്, അത് ബോളിങ്ങിലും ബാറ്റിങ്ങിലും അങ്ങനെ പറയുന്ന ഒരുപാട് പേർ ക്രിക്കറ്റിലേക്ക് കടന്നു വന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന അല്ലെങ്കിൽ കുറച്ച് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ തന്നെ ഒരുപാട് ടെസ്റ്റ് ബാറ്റ്സ്മാൻമാർ അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചേതേശ്വർ പൂജാര, അദ്ദേഹം ടെസ്റ്റിൽ മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് മേജറായിട്ട്. പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള, അവരുടെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്രെയ്ഗ് ബ്രാത്ത്വൈറ്റ്, അദ്ദേഹം ടെസ്റ്റിൽ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഈ ഒരു ടൂർ നടക്കുന്നുണ്ട്. ആ ടൂറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ള ഒരു 90% ആളുകളും അവരുടെ വൺ ഡേ ടീമിലോ അല്ലെങ്കിൽ അവരുടെ 2020 ടീമിലോ ഇടം പിടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ 2020 സ്പെഷ്യലിസ്റ്റുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പലരെയും കാണുന്നത്. ഇപ്പോൾ KL രാഹുലിനെ നമ്മൾ 2020 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് പരിഗണിക്കുന്നില്ല. താരതമ്യേന നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള സഞ്ജു സാംസണെയും ഋഷഭ് പന്തിനെയും ഒക്കെയാണ് ആ ഒരു പ്ലേസിലേക്ക് ഇന്ത്യ പരിഗണിക്കുന്നത്. എന്നാൽ 2023 ഏകദിന ലോകകപ്പിൽ KL രാഹുലായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർ എന്ന് നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകുമ്പോൾ ഏകദിനത്തിൽ ചിലപ്പോൾ ഇന്ത്യയെ ലീഡ് ചെയ്യാൻ പോകുന്നത്, ക്യാപ്റ്റൻ ചെയ്യാൻ പോകുന്നത് അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഏകദിന സ്പെഷ്യലിസ്റ്റ് ആയിട്ടും ടെസ്റ്റിൽ കളിക്കുന്ന ഒരു താരമായിട്ടുമാണ് ഇന്ത്യ കാണുന്നത്. അപ്പോൾ 2020 മാത്രമായിട്ട് ഇപ്പോൾ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് 2020 ഏകദിന മത്സരങ്ങളുമാണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഏകദിന മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
സ്പെഷ്യലിസ്റ്റുകൾ, 2020 മത്സരങ്ങൾക്കുള്ള സ്പെഷ്യലിസ്റ്റുകൾ, ഇങ്ങനെ തരംതിരിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏത് ഫോർമാറ്റിലാണ് ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷൻ, അടുത്തൊരു 5 കൊല്ലത്തിനുള്ളിൽ തന്നെ ഇനി വരാൻ പോകുന്ന ജനറേഷന്റെ മുന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എവിടെയാണ് എക്സൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഏകദിനത്തിലാണോ, 2020-യിലാണോ, അല്ലെങ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോർമാറ്റിലാണോ? ഏതിലാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഉന്നയിക്കാൻ പോകുന്നത് എല്ലാവരും. നമ്മൾ പറയുന്ന പോലെ ഏകദിനം ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. കാരണം 50 ഓവർ മത്സരങ്ങൾ വിരസമായി തുടങ്ങി എന്ന് പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. അതിന് 40 ഓവറാക്കി കുറയ്ക്കണമെന്ന് രവിശാസ്ത്രി ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. 25 ഓവർ വീതമുള്ള 2 ഇന്നിങ്സുകളാക്കി മാറ്റണമെന്ന് ടെണ്ടുൽക്കർ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഇങ്ങനെ വലിയ ചർച്ചകളെല്ലാം സജീവമായി നടക്കുന്ന ഒരു ഏരിയയാണ് ഏകദിന ക്രിക്കറ്റ്. അതെന്തുമായിക്കൊള്ളട്ടെ. പക്ഷേ 2020 ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ 2020 ക്രിക്കറ്റിൽ ഇപ്പോൾ നമുക്കറിയാം സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് 2020 ക്രിക്കറ്റിൽ കൂടുതൽ താരങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ 2 കാരണങ്ങളാണ്. ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യാതെ 2020 എന്ന് പറയുന്ന ഫോർമാറ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് പോപ്പുലാരിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവനുള്ള ഫ്രാഞ്ചൈസ് ലീഗുകളിൽ കളിക്കാനുള്ള അവസരം ഇന്ത്യക്കാർക്കല്ല, മറ്റുള്ള താരങ്ങൾക്ക്. ഇന്ത്യയിലാണെങ്കിൽ IPL പോലെയുള്ള വലിയ മെഗാ ഇവന്റുകളിൽ കളിക്കാനുള്ള അവസരം, ലോകം മുഴുവൻ അറിയപ്പെടാനുള്ള ഒരു അവസരം. 2020 എന്ന് പറയുന്ന ഈ ലോകകപ്പ് ഒരു ടെസ്റ്റ് മത്സരത്തിനേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പ് ഉണ്ടാവും എന്നുള്ള ഒരു അവസരം. അപ്പോൾ ഇതെല്ലാമാണ്, അതൊരു പോപ്പുലാരിറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും അത് സെലക്ട് ചെയ്യുന്നതെന്നാണ് ഒരു വശം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൈസ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് T20 ആണ്. കാരണം ലോകത്ത് ഇപ്പോൾ പല ഭാഗങ്ങളിൽ ഒരുപാട് ഫ്രാഞ്ചൈസ് ലീഗുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ അതിൽ പെടുന്നില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെയും ഓസ്ട്രേലിയയുടെയും ശ്രീലങ്കയുടെയും അടക്കമുള്ള പല താരങ്ങളും ഈ 2020 ക്രിക്കറ്റിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം വലിയ പൈസ അവർക്ക് ഏൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഘടകം തന്നെയാണ്. ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് IPL-ൽ നിന്ന് തന്നെ വലിയ വരുമാനം കിട്ടുന്നത് കൊണ്ട് തന്നെ BCCI അനുവദിക്കാത്തത് കൊണ്ട് ഇന്ത്യ മറ്റുള്ള ഫ്രാഞ്ചൈസ് ലീഗുകളിൽ ഇന്ത്യൻ താരങ്ങളെ അയക്കാറുമില്ല. ഏതായാലും ഇതിൻ്റെ ഒരു മാറ്റം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് BCCI-യിൽ നിന്നുള്ള സൂചനകൾ. കഴിഞ്ഞ വർഷം ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ശ്രേയസ് അയ്യരും അതുപോലെ ഇഷാൻ കിഷനും ഈ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു സമയത്ത് BCCI ഒരു തീരുമാനമെടുത്തിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ, അതായത് രഞ്ജി ട്രോഫി പോലെയുള്ള മൾട്ടിഡേ മാച്ചുകളുടെ മാച്ച് ഫീ കൂട്ടുക എന്നുള്ളതായിരുന്നു ഒരു കാരണമായി പറഞ്ഞിരുന്നത്. ഇന്ന് ഏകദേശം ഒരു രഞ്ജി ട്രോഫി മത്സരം കളിക്കുന്ന ഒരു സീനിയർ താരത്തിന് ലഭിക്കുന്നത് 2 ലക്ഷം രൂപയാണെങ്കിൽ അത് 3 ഇരട്ടിയാക്കി 6 ലക്ഷം രൂപയാക്കി മാറ്റുക എന്നുള്ളതാണ് BCCI ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു 10 ലക്ഷം രൂപയാണ് ഒരു താരത്തിന് ഒരു വർഷം ലഭിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 30 ലക്ഷത്തിലേക്ക് ആ സ്ലാബ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ രഞ്ജി ട്രോഫി കളിക്കുന്ന ഒരു താരത്തിന് പോലും അടുത്ത ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു താരത്തിന് ലഭിക്കുക ഏകദേശം 10 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷം രൂപയായിരിക്കും എന്നുള്ളതാണ്. 2020 കളിക്കുമ്പോഴും അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുമ്പോഴും കിട്ടുന്ന പൈസ ഏകദേശം ഒരുപോലെ ആണ് എന്ന് താരങ്ങൾക്ക് തോന്നിയാൽ പല താരങ്ങളും ഈ ഒരു ഫോർമാറ്റിൽ ഫോക്കസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ പോപ്പുലാരിറ്റിയേക്കാൾ കൂടുതൽ അതിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജനവിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ആ ഒരു ടെസ്റ്റ് മത്സരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിരുന്നു. ആ ലോർഡ്സിലെ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും എപ്പോഴും ടെസ്റ്റ് മത്സരങ്ങൾ കാണാനായിട്ട് വലിയ ഒരു ജനവിഭാഗം ഉണ്ട്, അതിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പല താരങ്ങളും അതിൽ ഫോക്കസ് ചെയ്യുന്നതും. ഏതായാലും ഇനി വരാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2020 എന്ന് പറയുന്ന ഫോർമാറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന താരങ്ങൾ, അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരം എന്ന് പറയുന്ന ഫോർമാറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന താരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏറ്റവും അടുത്ത് തന്നെ ഒരു 5-10 വർഷത്തിനുള്ളിൽ അങ്ങനെ ആയിരിക്കും ക്രിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് മുന്നോട്ട് പോവുക. അവർ പ്രാക്ടീസ് ചെയ്യുന്നതും ഇപ്പോൾ ഈ പറയുന്ന ടെസ്റ്റ് മത്സരങ്ങൾക്ക് വേണ്ടിയാണ് അവർ റെഡ് ബോളിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുക. ഇനി ഏകദിനങ്ങളും 2020-ലും സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവർ വൈറ്റ് ബോളിലായിരിക്കും പ്രാക്ടീസ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.